ആനന്ന് മാറാം. അണ്ണാ ആന എപ്പോ അഴിക്കണം? ആശാന ആന അഴിച്ചാലോ? അവിടെ തണലാടാ, നമുക്ക് വെള്ളം കൊടുക്കാത്ത അഴിക്കാം. വെള്ളം കൊടുക്കാനെ? അണ്ണാ എവിടെ കൊണ്ടുവന്ന ആനെ? നിനക്ക് എന്തൊക്കെ അറിയണോടാ പൊടിയാ? എവിടെന്നാടാ? ആർക്കറിയാം? ഞാൻ ആനയെ കാണാൻ വേണ്ടി വന്നാ. അണ്ണാ ഏത് ആനയാണത്? ഇത് നന്ദനാനടാ, പനക്കൽ നന്ദൻ. നന്ദനാനയാ? അണ്ണാ പാമ്പാടി രാജന്റെ കൂടെ പോയിട്ടുണ്ടോ? പാമ്പാടാണെങ്കിൽ പട്ടോട്ടം കയറുന്ന ആരാ? ഞാനാ. ഇപ്പോഴാ വരെ ഞാൻ അറിയാം നീ പാമ്പാടിക്ക് ഓലോട്ടാൻ പോയത്. അയ്യോ ആശാന അതല്ലേ, നമ്മളെ പാമ്പാടി സ്ഥലത്ത് നമ്മൾ ആനയ്ക്ക് ഓലോട്ടാൻ പോയില്ലേ, ആ കാര്യം പറഞ്ഞു. അണ്ണാ ഞാൻ ഇവിടെ ഇരിക്കട്ടെ അണ്ണാ. വന്നിരിടാ പൊടിയാ. അണ്ണാ അണ്ണാ എനിക്കൊരു ആന പോലെ ഒരു അതിനോടാ ഞാനവിടെ ബാക്കിയത് അടിച്ച അതിന്റെ അടുത്താണ് പോയതാ. നോക്കിയോ, ഒരെണ്ണം മതി അണ്ണാ, ഒരെണ്ണം മതി അണ്ണാ. വാല അറിയപ്പെടാ കൊച്ചുമൈ. എനിക്ക് വാല് വേണ്ട, ഞാൻ ഒന്ന് തൊട്ടോട്ടെ. ഞാനെ കഴിയാൻ നേരം അങ്ങോട്ട് വന്നായി. ആനെ പാവം ആനയല്ലേ, പറയുന്നതെല്ലാം കേൾക്കൂലേ? നല്ല ആനക്കുട്ടിയാടാ, ഞാൻ ഇന്നലെ വെച്ച് നല്ല ആനക്കുട്ടിയതാണ്. പാപ്പാനെ ആനക്കുള്ള ചോറ് വീട്ടിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്കുള്ള ചോറ് അവിടെ ഉണ്ട്. ചോറിയ മഞ്ഞപ്പൊടി ഇട്ടാ? അയ്യോ അത് ഞാൻ മറന്നു, ഞാൻ പോയിട്ടേക്കാം. പിന്നെ പിന്നെ ഞങ്ങളോട് അണ്ണാ പോന്നേ പോക്കണ ആന ഞാൻ നോക്കിക്കോളാം. പോയാർക്കമ്മ. അണ്ണാ നിങ്ങള് കായംകുളം ശരത്തേട്ടനെ അറിയോ? അറിയോന്ന് എന്നെ പണിയടിപ്പിച്ച ഗുരു അത്. ശരത്ത് ഞാനിവിടെ ആനപ്പണിക്ക് ഇറങ്ങുന്ന ഒരുമിച്ച. പുളിശ്ശേരത്തിന്റെ കാര്യമല്ല, കായംകുളത്തിന്റെ കാര്യ പറഞ്ഞ. പുളിശ്ശേരത്ത് ഏതാനയുടെ പാപ്പ അണ്ണാ? അവിടെ കുറുമശ്ശേരിയുള്ള ഹരി എന്ന് പറഞ്ഞ ആനക്കുട്ടിയുടെ പാപ്പാനാണ്. കാളയിലേശന രണ്ടാമൻ. രണ്ടാമാവന. അണ്ണാ എനിക്ക് ആനപ്പാപ്പാനാ. എന്റെ പൊന്നാനെ ആനപ്പണിക്ക് പോവല്ലേ, നീ താങ്ങുകയല്ല. എങ്കിൽ വേണ്ട, എലിപ്പടുത്ത് കൂടി കയറാൻ പറ്റൂ. ഞാൻ പഴം മേടിച്ചോട്ടെ ആനയ്ക്ക്. പഴം രണ്ടെണ്ണത്തിന് ആന പിടിച്ചിട്ട് തിന്നാ മതിയായിരുന്നു.